ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കിങ്ങനെ മീഡിയാസിനെ ഫേസ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല. എന്റെ മനസ്സിൽ എന്റെ മോന്റെ നന്മ മാത്രമായിരുന്നു. നിനക്ക് വേണ്ടി ഒരു അന്വേഷണം നടക്കുക, അതിനുവേണ്ടി ആരെങ്കിലും തുനിഞ്ഞിറങ്ങാന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ട് സഹിക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല. താൻ എഴുതണം കേട്ടോ. ഈ വേർപാടിന്റെ മനോഹരമായ കവിതകളില്ലേ, അതെഴുതണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതിനവസാനം നായികയും നായകനും ഒന്നിച്ച് ചേരുന്നോന്ന് മാത്രം എഴുതരുത്. കാരണം അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഹരി. ഹരി, തന്റെ മുമ്പില് ഒന്നല്ല 2 ചോയ്സ് ഉണ്ട്. ഒന്നുകില് കാലങ്ങളോളം ഉരുകി ഉരുകി സ്വന്തം ജീവൻ തീരുന്നത് വരെ ഇവിടെ നിൽക്കാം. അതല്ലെങ്കിലേ എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് നാടുവിടാം. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയാ. ഓ മഹാമനോ, എന്തിനാടാ ഇവന്റെയൊക്കെ സംസാരം കേട്ടോണ്ട് നിൽക്കുന്നേ? എന്താ വീടിനകത്ത് കയറിയവരെ അടിച്ചു പുറത്താക്കണ്ടേ? യോ, കാരണം ഒരു നല്ല ഫോമിലാണല്ലേ. ഇതുവരെ ഞാൻ എടുത്തു വച്ച ലിസ്റ്റില് കാരണവരുടെ പേരില്ല. അതുകൊണ്ടെന്താ ഇതുവരെ കാലം പുറപ്പെട്ടിട്ടുമില്ല. കാലനാരടാ നിന്റെ അപ്പൂപ്പന? അയ്യോ, നീ ഉണ്ടല്ലോ, നീ എന്നെ അങ്ങ് ഞൊട്ടും കേട്ടോടാ. എടാ, ഈ അങ്കനവാടി പിള്ളാരെ പേടിപ്പിക്കുന്ന പോലെ നീ എന്നെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട കേട്ടോടാ. എന്ത് കണ്ടിട്ടാടാ നിന്റെ ഈ ഇളക്കം? കയ്യിൽ ഇത്തിരി തുട്ടുണ്ടെന്ന് കരുതിയിട്ടാ? അല്ലെങ്കിൽ രഘു നിന്റെ കൂടെ ഉണ്ടെന്ന് കരുതിയിട്ടാ? എടാ മോനെ, നിന്നേക്കാളും വലിയ കാർമേഘങ്ങള് ആകാശത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒറ്റ പേരിന് ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്, മാനം തെളിഞ്ഞിട്ടുമുണ്ട്. എടാ, നീ കുറെ കാലമായല്ലോ മറ്റുള്ളവരെ അങ്ങ് കൊല്ലും പറഞ്ഞ് നീ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നു. എടാ, നീ ചാവണത് എങ്ങനെയാണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? ഉണ്ടോടാ? എടാ, സാധുക്കളെ വരട്ടാൻ പോകുമ്പോഴേ എവിടെയോ ഒരു കത്തി നിനക്ക് വേണ്ടി ആരോ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ടെന്ന് നീ ആലോചിക്കണം കേട്ടാ. അതൊരു ദിവസം നിന്റെ നെഞ്ചിലോട്ട് പാഞ്ഞി കേറുവടാ. പേടിച്ചു. മരുമകൻ അല്പം തളർന്നു പോയെങ്കിലും അമ്മാവൻ അങ്ങ് കത്തി കേറുവാണല്ലോ. അപ്പൊ ഹരി, ഞാൻ ഇറങ്ങട്ടെ. അവിടെ ഒരുത്തി തന്റെ പാട്ടൊക്കെ കേട്ട് തളർന്ന് ഇരിക്കുക. അവൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. മാമ, നമുക്ക് കാണാവേ. ഇപ്പോഴൊക്കെ ജീവൻ ഒരാളെ കാണാന്ന് പറഞ്ഞ അത് കൊള്ളാവുന്ന വാക്കാ, പാലിക്കപ്പെടുന്ന വാക്ക്. പോട്ടാ ഓടാ ചെക്ക. അപ്പടിയെല്ലാം ചൊല്ലക്കൂടാതെ. അവനെ അങ്ങ് വിട്ടുകളാ. അവനോട് സംസാരിച്ച് ജയിക്കാനോ വെല്ലുവിളിക്കാനോ ഒക്കെ എളുപ്പമാ. പക്ഷെ അവൻ അതെല്ലാം തീർക്കുന്നത് പാവം നിത്യയോടായിരിക്കും. ഇപ്പൊ ഞാൻ തോറ്റ് തല താഴ്ത്തിയെന്ന് വിചാരിച്ച അവനങ്ങ് പൊയ്ക്കോളും. പിന്നെ തൽക്കാലം നിത്യ തന്ന വേദനേക്കാളും വലുതല്ല
അവൻ തരുന്നത്. ഡാ, നീ ഹരി എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മാവ. ഈ ശരീരം മുഴുവൻ ഇരുമ്പ് പഴുപ്പിച്ച് പൊള്ളിക്കുന്നൊരു വേദന. എന്താ ഇത്? ഏ? മോനെ, അയ്യേ, ശ്ശേ. പോട്ടടാ. ഹാ. എടാ, നീ എന്തിനാണ് ഹരിയുടെ വീട്ടിലേക്ക് പോയത്? വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ അച്ഛാ? ദേ, ശത്രുവിന് ബലം വെക്കുമ്പോ അംഗീകരിച്ചല്ലേ പറ്റൂ. പക്ഷേ ഇപ്പൊ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ശ്രമിക്കണ്ട. നമ്മുടെ കണ്ടീഷൻ അല്പം മോശമാണ്. അറിയാച്ചാ, കണ്ടീഷൻ മോശമാവുന്നത് ആര് കാരണമാണെന്ന് വ്യക്തമായിട്ടറിയാം. പിന്നെ പ്രസ് കോൺഫറൻസിലെ അച്ഛന്റെ പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അച്ഛൻ എത്ര ഭംഗിയായിട്ട് അവരെ കൈകാര്യം ചെയ്യുമെന്ന്. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു പോയ 2-3 മാധ്യമപ്രവർത്തകര് പിന്നെ എന്നെ വിളിച്ചിരുന്നു. സത്യത്തിൽ അവര് വന്നത് ജെആറിന്റെ ശവമടക്കം നടത്താനുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. പക്ഷെ അച്ഛന്റെ താളമുണ്ടല്ലോ, ആ വെല്ലുവിളി ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചൊരു ഉഗ്രൻ ഷോക്കായിരുന്നു. എന്തിനാ അവരെ പറയുന്നത്? സ്വാമിയും ഞാനും പോലും നടുങ്ങിപ്പോയില്ലേ. തൽക്കാലം ഈ മീഡിയാസ് ഉണ്ടല്ലോ, ആരും നമ്മുടെ വഴിക്ക് വരില്ല. അതുറപ്പാ. പോരെ ജീവ, എനിക്കിങ്ങനെ മീഡിയാസിനെ ഫേസ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല. എന്റെ മനസ്സിൽ എന്റെ മോന്റെ നന്മ മാത്രമായിരുന്നു. നിനക്ക് വേണ്ടി ഒരു അന്വേഷണം നടക്കുക, അതിനുവേണ്ടി ആരെങ്കിലും തുനിഞ്ഞിറങ്ങുക എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ട് സഹിക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല. ഈ നാട്ടിൽ എത്രയോ സമ്പന്നന്മാരുണ്ട്. അവരാരെങ്കിലും വന്ന വഴി അന്വേഷിക്കാറുണ്ടോ? പിന്നെ പെട്ടെന്ന് സെന്റിമെന്റ്സ് പിടിച്ചെടുക്കാനും റീച്ച് കൂട്ടാനും ഒരു ശ്രമം. ഈ കർഷകരുടെ താല്പര്യം, അവരുടെ കണ്ണീര്, ഇതൊക്കെ ആർക്ക് വേണം? അതെ അച്ഛാ. മധുര നൊമ്പരക്കാറ്റ്